الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ പരമാവധി നടപ്പിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിച്ച് മരിക്കാൻ അധ്വാനിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഒരു മനുഷ്യൻ എങ്ങനെ വർത്തിക്കണമെന്ന് കൃത്യവും വ്യക്തവുമായ നിയമനിർദ്ദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മതമാണ് ഇസ്ലാം. അതിനാൽ തന്നെ മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്ന അവൻ്റെ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, വൈവാഹിക ജീവിതം എന്നീ തലങ്ങളിലേക്കെല്ലാം തന്നെ പരിപൂർണമായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ഇസ്ലാം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. വിവാഹം എന്നുള്ളത് പ്രകൃതിപരമായ ഒരു ആവശ്യം എന്നതിലുപരി മതപരമായ ഒരു നിർബന്ധ ബാധ്യതയാണ് എന്നാണ് ഇസ്ലാം നമ്മെ ഉണർത്തുന്നത്. അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനാ ബിൽ ബാഅ. അദ്ദേഹം പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന് ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. വയൻഹാ അനിത് തബത്തുലി നഹിയൻ ശദീദ. അവിവാഹിത ജീവിതം നയിക്കുന്നതിനെ ശക്തമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കാറുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്നിക്കാഹു മിൻ സുന്നത്തി. വിവാഹം എന്നുള്ളത് എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ഈ ചര്യ ആര് അവഗണിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല, ഇസ്ലാമിക വൃത്തത്തിൻ്റെ പുറത്താണ് എന്ന രീതിയിലാണ് അത്തരക്കാരെക്കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. അവിടുന്ന് പറയുകയുണ്ടായി, മൻകാന മൂസിറൻ ഫലം യൻകിഹ് ഫലൈസ മിന്ന. വിവാഹം കഴിക്കാൻ സൗകര്യവും കഴിവുമൊക്കെ ഉണ്ടായിട്ടും അതിനൊരുമ്പെടാത്ത ഒരാൾ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊക്കെ ഇങ്ങനെ നിരവധി പ്രവാചക വചനങ്ങളെയും അവിടുത്തെ സാരോപദേശങ്ങളും വളരെ ഗൗരവപൂർവ്വം ഈ വിഷയത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിവാഹം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ വളരെ നിർണായകവും സുപ്രധാനവുമായ
ഒരു കർമ്മമായതിനാൽ ഏറെ ശ്രദ്ധയോടെ മുന്നൊരുക്കത്തോടെ നിർവഹിക്കേണ്ട ഒന്നാണത് എന്ന് കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ സമൂഹത്തിൽ നടക്കാറുള്ള വിവാഹത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയുണ്ടായി, തുൻകഹുൽ മർഅ ലി അർബഇൻ, ഒരു സ്ത്രീ വിവാഹിതയാകുമ്പോൾ പരിഗണിക്കപ്പെടുക 4 കാര്യങ്ങളാണ്. ഒന്ന് ലി മാലിഹ, അവളുടെ സമ്പത്ത് നോക്കും. വലി ജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കും. വലി ഹസബിഹ, അവളുടെ തറവാട് നോക്കും, കുലമഹിമ നോക്കും. വലി ദീനിഹ, അവളുടെ മതബോധവും ധർമ്മനിഷ്ഠയുമൊക്കെ നോക്കും. ഇതൊക്കെ സാധാരണഗതിയിൽ പരിഗണിച്ചുകൊണ്ട് വിവാഹം നടക്കുന്നു. റസൂലിൻ്റെ ഉണർത്തൽ എന്താണെന്നോ, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ മതബോധമുള്ള ധർമ്മനിഷ്ഠയുള്ള ഇണകളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ജീവിത വിജയം കരസ്ഥമാക്കുക എന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. ഇത് ആരോടൊക്കെയുള്ള ഉണർത്തലാണ്? വിവാഹിതരാകാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും എന്ന പോലെ വിവാഹമായ പ്രായമെത്തി നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള രക്ഷിതാക്കളോടുമൊക്കെയുള്ള ഉണർത്തലായിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മതനിഷ്ഠയുള്ള ഒരു ഭാര്യയാണ് എങ്കിൽ ആ ഭാര്യ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ഒരു ജീവിത പങ്കാളി എന്ന നിലക്ക് താൻ എന്തൊക്കെ തൻ്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ അതൊക്കെ കൃത്യമായി നിർവഹിക്കുകയും കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കും. മാത്രമല്ല, അത്തരം മതനിഷ്ഠയുള്ള ധർമ്മബോധമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ വിളക്കായി താൻ നിർവഹിക്കേണ്ട മുഴുവൻ ബാധ്യതയും റസൂലുള്ള പറഞ്ഞ പോലെ അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭർതൃഗ്രഹത്തിലെ രാജ്ഞിയാണ് ഒരു സ്ത്രീ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള ആ ഉന്നത സ്ഥാനത്തേക്ക് ഉയരാൻ മതബോധമുള്ള ധർമ്മനിഷ്ഠയുള്ള ഒരു സ്ത്രീക്ക് കഴിയുമെന്നാണ്. കാരണം അവരുടെ റോൾ മോഡലുകൾ പ്രവാചക പത്നിമാരായിരിക്കും. ഉന്നതമായ ഉത്കൃഷ്ടമായ സ്വഭാവശീലങ്ങളുടെ ഉടമകളായി നമുക്ക് മാതൃക കാണിച്ചു തന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവർ എല്ലാ വിശ്വാസികളുടെയും മാതാക്കളാണ്. അവരുടെ മാതൃകകളായിരിക്കും ഇത്തരം സ്ത്രീകൾ അനുകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഭർത്താവ് ഭക്തനാണെങ്കിലോ തീർച്ചയായും തൻ്റെ സഹധർമ്മിണിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. കാരണം അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പന അങ്ങനെയാണ്. മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഹീം. സ്ത്രീകളെ ആദരിക്കുക, ബഹുമാനിക്കുക, അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നവനാണ് എൻ്റെ കൂട്ടത്തിലെ മാന്യൻ എന്ന പ്രവാചകൻ്റെ ഉണർത്തൽ അവരുടെ മനസ്സിലുണ്ടാകും. അവരോടുള്ള കടപ്പാടുകളും ബാധ്യതകളും കൃത്യമായി നിർവഹിക്കുന്ന ഭർത്താവായിരിക്കും അയാൾ. ദീനുള്ളവനാണെങ്കിൽ, ഭക്തനാണെങ്കിൽ, ധർമ്മബോധമുള്ളവനാണെങ്കിൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സ്വാലിഹ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അള്ളാഹു സദ്വൃത്തയായ ഒരു സഹധർമ്മിണിയെ നൽകിയിട്ടുണ്ട് എങ്കിൽ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി, ആ വ്യക്തിയുടെ ദീനിൻ്റെ പകുതിയിലും അള്ളാഹു അയാളെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. പടച്ചവനെ പേടിയുള്ള ഒരു ജീവിത പങ്കാളിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ പടച്ചവൻ നമ്മെ ദീനിൻ്റെ കാര്യത്തിൽ സഹായിക്കുകയാണ്. ഫൽയത്തഖില്ലാഹ ഫിശ്ശത്രിൽ ബാഖി, ബാക്കി പകുതിയിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഖൈരി മാ യക്നിസുൽ മർഅ്, ഒരു വ്യക്തി ഈ ദുനിയാവിൽ നിന്ന് അവൻ നേടുന്ന ഏറ്റവും വലിയ നിധി, അവന് കിട്ടുന്ന നിധി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയുന്നത് എന്താണെന്നോ, അൽ മർഅത്തു സ്വാലിഹ, സദ്വൃത്തയായ നല്ല ഒരു
സ്ത്രീയാകുന്നു, സഹധർമ്മിണിയാകുന്നു. ഇദാ നളറ ഇലൈഹാ സർറത്തുഹു, അവളെ നീ നോക്കേണ്ട മാത്രയിൽ നിന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. അതേപോലെ തന്നെ നിന്റെ അസാന്നിധ്യത്തിൽ വൈദാ അമറഹ അതാഅതുഹു, നിന്റെ നിർദ്ദേശങ്ങളെ അവൾ അനുസരിക്കും. വൈദാ വാബ അൻഹാ ഹഫിളതുഹു, നിന്റെ അസാന്നിധ്യത്തിൽ അവൾ എന്തൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ടോ അതൊക്കെ അവൾ കാത്തു സൂക്ഷിക്കും. അവളുടെ ചാരിത്ര്യവും പാതിവൃത്യവും നിന്റെ സമ്പത്തും നിന്റെ മക്കളെയും എന്തൊക്കെ അവൾ സൂക്ഷിക്കണോ അതൊക്കെ അവൾ സൂക്ഷിക്കുന്ന ഒരുത്തിയായിരിക്കും അവൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു പുരുഷന് കിട്ടുന്ന കെൻസ്, നിധി എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ പെൺമക്കളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നിധികളായി വളർത്തേണ്ട ഉത്തരവാദിത്വം ഓരോ ഉമ്മക്കും ഓരോ ഉപ്പക്കുമാണ്. നമ്മൾ ഒരുത്തന് നമ്മുടെ പെൺകുട്ടിയെ കൈപിടിച്ച് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു അമാനത്ത് എന്ന നിലക്ക് ആ പുരുഷൻ ഈ പെൺകുട്ടിയെ ഏറ്റുവാങ്ങുമ്പോൾ, മോനെ ഇത് നിനക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന ഒരു നിധി തന്നെയാണ് എന്ന ചാരിതാർത്ഥ്യം, ആ സന്തോഷം, ആ ആനന്ദം ഈ ഏൽപ്പിച്ചു കൊടുക്കുന്ന രക്ഷിതാവിനുണ്ടാകണം. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് ആരാണ്? നമ്മളാണ്. അതേപോലെ തന്നെ ഈ ഏറ്റെടുക്കുന്ന പുരുഷൻ അവന്റെ ബാധ്യത നിർവഹിക്കുന്നവനായി തീരേണ്ടത്, നമ്മുടെ ആൺകുട്ടികൾക്കും ഈ ബോധം നൽകേണ്ടത് നമ്മളാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നാണ് ഇസ്ലാമിക സംസ്കാരം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറേണ്ടത് എന്ന മഹനീയ പാഠമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്ന് നമുക്കറിയാം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഒക്കെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പല കാര്യങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങളെ നമ്മൾ അവഗണിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. സൗന്ദര്യം നോക്കേണ്ട എന്ന് ഇസ്ലാം പറയുന്നില്ല. തറവാടും കുലമഹിമയും പരിഗണിക്കേണ്ടതെന്ന് ഇസ്ലാം പറയുന്നില്ല. സമ്പത്തിൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സമ്പത്തുള്ള, സൗന്ദര്യമുള്ള, തറവാടുള്ള, നല്ല ദീനുള്ള, മതബോധമുള്ള, സംസ്കാരമുള്ള ആളുകൾ ഉണ്ടാകും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നോ? ദീനുള്ള, നല്ല ഹുലുക്കുള്ള, മതബോധമുള്ള, സംസ്കാരമുള്ള ആളുകൾ നിങ്ങളുടെ മക്കളെ ആണായാലും പെണ്ണായാലും വിവാഹം അന്വേഷിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. ദീനുണ്ടോ അതിന് പ്രയോറിറ്റി കൊടുക്കണം, അതിന് മുൻഗണന കൊടുക്കണം. അല്ലെങ്കിലോ തകുൻ ഫിൽ അർളി ഫിത്ന വ ഫസാദുൻ അരീം, ഭൂമിയിൽ കുഴപ്പമുണ്ടാകും. അതേപോലെ തന്നെ വ്യാപകമായ പ്രശ്നങ്ങൾ അത് മുഖേന നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. എന്നാൽ ഈ 4 കാര്യങ്ങളിൽ 3 കാര്യവും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. സമ്പത്ത് സ്ഥായിയായി നിലനിൽക്കുന്നതാണോ? എത്ര വലിയ വലിയ പണക്കാർ ഈ നാട്ടിൽ തന്നെ നമുക്കറിയാവുന്ന, ഇനി മറ്റു നാടുകളിലുമുള്ളവരെയും നമുക്കറിയാം, അവരൊക്കെ പാപ്പരായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സമ്പത്ത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒന്നല്ല. തറവാടും കുലമഹിമയും തകർന്ന് തരിപ്പണമായി മണ്ണടിഞ്ഞു പോകുന്നു. ആദ്യം വലിയ വലിയ തറവാട്ടുകാരായിരുന്നു, പക്ഷേ ഇന്നോ ആ പേര് തന്നെ പറയാൻ ആരും ഇഷ്ടപ്പെടാത്ത അവസ്ഥ നമുക്ക് കാണുന്നു. ഇതും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. സൗന്ദര്യമോ അതും മങ്ങി മാഞ്ഞു മറഞ്ഞു പോകുന്ന ഒന്നാണ്. എന്നാൽ ഈ 4 കാര്യങ്ങൾ അതിൽ എന്നെന്നും നിലനിൽക്കുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ കൂടെ, അവൻ്റെ ജീവവായു പോലെ അവൻ്റെ കൂടെ ഉണ്ടാകുന്നത് അവൻ്റെ ദീനായിരിക്കും, ധർമ്മബോധമായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള അവൻ്റെ പേടിയും വിചാരവുമായിരിക്കും എന്നതിനാണ് നമ്മൾ പരിഗണന നൽകേണ്ടത് എന്നാണ്. ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ചൊക്കെ സ്വത്ത് കുറഞ്ഞാലും ചൊർക്ക് വേണം എന്നാണ് എല്ലാവരും പറയുന്നത്. തറവാടൊന്നും ഇപ്പം അങ്ങനെ നോക്കണ്ട, ചൊർക്കുണ്ടോ റെഡി. അത് മാത്രം നോക്കി പോകുന്ന ആളുകളെ റസൂലുള്ളാഹി ഒരിക്കൽ ഉണർത്തുകയുണ്ടായി. അലാ ഉഖ്ബിറുക്കും ഇയ്യാക്കും വഖളിറഉദ്ദിമൻ എന്നാണ്. കുപ്പയിൽ മുളച്ചു പൊങ്ങുന്ന പച്ചപ്പുകളെ നിങ്ങൾ കരുതിയിരിക്കണം. കുപ്പയിൽ മുളച്ചു പൊങ്ങുന്ന പച്ചപ്പ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞത്. ഖാലൂ, അവർ ചോദിച്ചു, വമാ ഖളിറഉദ്ദിമൻ യാ റസൂലല്ലാഹ്, എന്താ റസൂലേ കുപ്പയിലെ പച്ചപ്പ് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, അൽ മർഅത്തുൽ ഹസന ഫിൽ മംബിതിസ്സു, മോശമായ സാഹചര്യത്തിലും ചുറ്റുപാടിലും അന്തരീക്ഷത്തിലും വളർന്ന സുന്ദരിയായ പെൺകുട്ടി, അവളാണ് കുപ്പയിലെ പച്ചപ്പ്, കരുതണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നോക്കൂ, ജീവിതത്തിൽ സമാധാനം, സംതൃപ്തി, സ്വസ്ഥത, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് എങ്കിൽ അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചതെന്ന ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഉത്തമ ശിഷ്യഗണങ്ങൾ, പ്രവാചകന്റെ പരിചരണത്തിനും പരിശീലനത്തിലും വളർന്ന സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ഖുലഫാഉർ റാഷിദുകളായ ആളുകളൊക്കെ അവരെത്ര സമ്പന്നരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ പണക്കാരുണ്ടായിരുന്നു, തറവാടികളില്ലായിരുന്നു. നല്ല ശക്തരായ സുന്ദരന്മാരായ ആളുകൾ അവിടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ധീരരുണ്ടായിരുന്നവർ അവിടെ കൂട്ടത്തിൽ. പക്ഷേ അവരൊക്കെ വിവാഹ ജീവിതത്തിന്റെ കാര്യം വരുമ്പോൾ ശ്രദ്ധിച്ചത് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സാധാരണഗതിയിൽ രാത്രിയായി കഴിഞ്ഞാൽ നാട്ടിലൂടെ നടക്കും. എന്തിനു വേണ്ടിയാണെന്നോ? തന്റെ ഭരണത്തിന് കീഴിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുക മാത്രമല്ല, ഉടനെ തന്നെ പരിഹാരം കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നീതിമാനായ ഭരണാധികാരി മഹാത്മാഗാന്ധി വരെ പറയുകയുണ്ടായി, എൻ്റെ രാജ്യത്ത് ആരുടെ ഭരണം വേണമെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, നീതിമാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണ് ഈ രാജ്യത്ത് വേണ്ടത് എന്ന്. അങ്ങനെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടന്നിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്ന് ഒരു വീടിനരികിലെത്തിയപ്പോൾ തളർന്ന് ഒന്നവിടെ നിന്നും ഇരുന്ന് മയങ്ങിപ്പോയി. അപ്പോഴേതാ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു ഉമ്മയുടെയും മോളുടെയും സംഭാഷണം. ഒരു ചെറ്റക്കുടിലാണ്, ഒട്ടകങ്ങളെ വളർത്തി പാല് വിറ്റ് കഴിഞ്ഞ ഒരു സാധു കുടുംബം. ഉമ്മ മോളോട് പറയുകയാണ്, മോളെ, നമ്മുടെ ഒട്ടകത്തിന്റെ കറവ വറ്റിക്കൊണ്ടിരിക്കുന്നു, പറ്റുകാർക്ക് മുഴുവൻ പാലെത്തിച്ചാലേ നമ്മുടെ ചെലവിന് തികയുകയുള്ളൂ, കുറച്ച് വെള്ളം കൂട്ടണം പാലിൽ. മോൾ അതിനെ എതിർക്കുന്നു. ഉമ്മ, ഖലീഫ ഉമറിന്റെ ഓർഡർ നിങ്ങൾക്കറിയില്ലേ? ഇസ്ലാമിന്റെ നിയമങ്ങൾ നിങ്ങൾക്കറിയില്ലേ? മായം ചേർക്കാൻ പാടില്ല, വസ്തുക്കളിൽ കൃത്രിമം കലർത്താൻ പാടില്ല, അള്ളാഹു കാണും. ഉമർ റളിയല്ലാഹു അൻഹു ഇതറിയും. ഉമ്മ പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഇതൊന്നും കേൾക്കാൻ ഇവിടെ അല്ലല്ലോ എന്ന്. ആ സന്ദർഭത്തിലാണ് മോളുടെ മറുപടി, യാ ഉമ്മി ഇൻ കാന അമീറുൽ മുഅ്മിനീൻ ലാ യറാനാ ഫറബ്ബു അമീരിൽ മുഅ്മിനീൻ യറാനാ. അമീറുൽ മുഅ്മിനീൻ ഇതൊന്നും കാണുകയും കേൾക്കുകയും ഇല്ലെങ്കിലും നമ്മളെയും അമീറുൽ മുഅ്മിനീനെയും ഒക്കെ സൃഷ്ടിച്ച റബ്ബ് ഇത് കാണുന്നില്ലേ എന്ന ഈ ചോദ്യം, അതാണ് ദീൻ, അതാണ് ധർമ്മനിഷ്ഠ, അതാണ് മതബോധം എന്നുള്ളത്. എവിടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും അറിയുന്നവനായ ഒരു റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, അതുണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകും. നമ്മുടെ മക്കൾക്കതുണ്ടെങ്കിൽ മക്കൾക്ക് സമാധാനമുണ്ടാകും, നമുക്കതുണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകും, സ്വസ്ഥത, ശാന്തി ഉണ്ടാകും. അതെത്ര കുറയുന്നുവോ അതിനനുസരിച്ച് സമാധാനം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ വീട് ഏതാണെന്ന് നോട്ട് ചെയ്തു. അദ്ദേഹം ഉറപ്പിച്ചു, മകൻ ആസിം വിവാഹപ്രായം എത്തി നിൽക്കുകയാണ്. കല്യാണാലോചന ഇങ്ങനെ നടക്കുന്ന സമയമാണ്.
അദ്ദേഹം തീരുമാനിച്ചു, ഇതാ എൻ്റെ മകൻ ഇസ്ലാമിന്റെ ഖലീഫയായ ഭരണാധികാരിയായ ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന് കല്യാണാലോചന വരുന്നത് ഈ ഒരു പാൽക്കാരിയുടെ വീട്ടിൽ നിന്നാണ്, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ചെറ്റക്കുടിലിൽ നിന്നാണ്. അദ്ദേഹം അത് തീരുമാനിച്ചു. മോനോട് ചെന്ന് പറഞ്ഞു, മോനെ, നിനക്ക് ഞാനൊരു പുതിയെണ്ണിനെ കണ്ടിട്ടുണ്ട്, ഇന്ന കുടുംബത്തിലെ വീട്ടിലെ ആളാണ്. ആ പെണ്ണിന്റെ സൗന്ദര്യം ഉമർ കണ്ടിട്ടില്ല, അവരുടെ സമ്പത്ത് നോക്കിയിട്ടില്ല, തറവാട് അന്വേഷിച്ചിട്ടില്ല, ചെറിയൊരു കുടിലാണ്. ബാപ്പാന്റെ ഈ സെലക്ഷനില് മകൻ ആസിമിന് യാതൊരു അസംതൃപ്തിയും ഉണ്ടായില്ല. ബാപ്പ സെലക്ട് ചെയ്ത പെൺകുട്ടിയെ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ കല്യാണം കഴിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതാണ് ബർക്കത്തുള്ള കല്യാണം എന്ന് പറയുന്നത്. വിവാഹ സമയത്ത് നമ്മൾ ദ്വാരക്കാറില്ലേ, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമാ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു നിങ്ങളുടെ തുടർ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പെയ്തിറക്കട്ടെ, നിങ്ങൾ ഏതേതൊക്കെ നന്മയിൽ ഒരുമിച്ച് കൊടുന്നുവോ അതിലൊക്കെ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ എന്ന് ദ്വാരക്കാറില്ലേ. ഈ ദുആ പ്രഹസനമായി പോവുകയാണ്. വിവാഹം ആലോചിക്കുന്നത് മുതൽ നമ്മൾ അല്ലാഹുവിന്റെ നിയമങ്ങളെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്നു, പ്രവാചക ചര്യയെ അവഗണിക്കുന്നു. അതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇന്ന് വിവാഹത്തിന്റെ കാര്യം നോക്കൂ, നമുക്ക് പിന്നെ പറയാം, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയണതൊക്കെ എന്താണ് നടക്കുന്നത്, എന്തൊക്കെ ആഭാസങ്ങളും കോപ്രായങ്ങളുമാണ് നടക്കുന്നത്. ദുആ ഉഷാറാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അള്ളാഹ്ക്കെതിരിൽ പ്രവർത്തിച്ചാൽ ബർക്കത്ത് ചൊരിയുന്നവനാണോ അള്ളാഹു? ഈ വിവാഹത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞത് എങ്ങനെയാണെന്നോ, ആ ദമ്പതികളിലാണ് പിന്നീട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആസിമിന്റെ മകൾ ലൈല, ഈ വിവാഹത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് ലൈല ബിൻത് ആസിം. ആ ലൈലയുടെയും അബ്ദുൽ അസീസ് ബിൻ മർവാനിന്റെയും മകനാണ് ഉമർ ഉസ്സാനി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഹിജറ 61-ാം വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇങ്ങനെ പഠിച്ചവന്റെ ബർക്കത്ത് അറിയാതെ, നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അവൻ നൽകും. അതേപോലെ തന്നെ നോക്കൂ, മഹാനായ സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മസ്ജിദുൻ നബവിയിലെ സമർത്ഥനായ പണ്ഡിതനും അധ്യാപകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അറിവ് നുകരാൻ വിദൂര ദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നെത്താറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മതനിഷ്ഠയുള്ള തൻ്റെ മകളെ വിവാഹം ആലോചിച്ചുകൊണ്ട് അബ്ദുൽ മലിക് ഖലീഫ, അമവി ഖലീഫയായ അബ്ദുൽ മലിക്കിന്റെ മകൻ വലീദിന് വേണ്ടി പിതാവ് തന്നെയാണ് വിവാഹം ആലോചിക്കുന്നത്. പക്ഷേ സഈദ് ബിനുൽ മുസയ്യിബ് ആലോചിച്ചു. സമ്പത്തുണ്ട്, കുലീനതയുണ്ട്, അധികാരമുണ്ട്, പ്രൗഢിയുണ്ട്, നാട്ടിൽ അംഗീകാരവും സ്ഥാനമാനവും ഒക്കെയുണ്ട്. അദ്ദേഹം വിചാരിച്ചത് എന്തായാലും ഈ കല്യാണാലോചന സഈദ് ബിനുൽ മുസയ്യിബ് നിരസിക്കുകയില്ല എന്നാണ്. പക്ഷേ സഈദ് ഇബ്നുൽ മുസയ്യിബ് അദ്ദേഹം ഒരിക്കലും ആ വിവാഹത്തിന് സമ്മതം മൊഴിയില്ല. അദ്ദേഹം ആ വിവാഹാലോചന നിരാകരിച്ചു. കാരണം എന്താണെന്നോ, ഖലീഫയുടെ മകൻ വലീദിന്റെ ധർമ്മനിഷ്ഠയിൽ, ദീനീ ചിട്ടയിൽ അദ്ദേഹം അസംതൃപ്തനായിരുന്നു. എൻ്റെ മോളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത മറ്റെന്ത് യോഗ്യതയുണ്ടെങ്കിലും വലീദിനില്ല എന്ന് പിതാവ് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ശരിക്ക് വിവാഹങ്ങൾ നടത്തേണ്ടത്. പിന്നെ സംഭവിച്ചത് എന്താ? പിതാവ് തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് തൻ്റെ അരുമ ശിഷ്യനും പരമദരിദ്രനുമായിരുന്ന അബ്ദുല്ലാഹിബ്നു വദാ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. അങ്ങനെ അദ്ദേഹം ക്ലാസ്സുകളിൽ വരാതായി. ഗുരുനാഥൻ അന്വേഷിച്ചു, അബ്ദുല്ലാഹിബ്നു വദാ അവിടെ പോയി? ആ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അബ്ദുല്ലാഹിബ്നു വദായെ ഒരിക്കൽ വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മുസയ്യിബ് പറയുന്നു, എൻ്റെ മോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാൻ ആഗ്രഹിക്കുന്നു, നിനക്കിഷ്ടമാണോ? 2 ദിർഹം മഹർ കൊടുത്തുകൊണ്ട് ഈ മകളെ അബ്ദുല്ലാഹിബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു വദാക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു.
ഇതും നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മൂല്യമുള്ള മഹർ വാങ്ങിയ സുലൈം റളിയല്ലാഹു അൻഹ അർ-റുമൈസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായിരുന്നു മഹദി. അവിടെ ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടു. ആ സന്ദർഭത്തിലൊന്നും അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ ഇസ്ലാം ആശ്ലേഷിച്ചു. അതിനുശേഷമാണ് അബൂ തൽഹ അവരുമായി വിവാഹാലോചന നടത്തി വരുന്നത്. അബൂ തൽഹ എന്ന് പറഞ്ഞാൽ മദീനയിലെ ധനാഢ്യനാണ്, പ്രമുഖനാണ്. സ്വർണങ്ങളുടെയും വെള്ളിയുടെയും കൂമ്പാരത്തിന്റെ ഉടമയാണ് അദ്ദേഹം. അങ്ങനെ വിവാഹം അന്വേഷിച്ചു വന്നപ്പോൾ അവര് പറഞ്ഞു, ഇല്ല, നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. അബൂ തൽഹ ശരിക്ക് അത്ഭുതപ്പെട്ടു. അബൂ തൽഹ പറഞ്ഞത് ചരിത്രത്തിലുണ്ട്, ഇതൊരു വലിയ ധൈര്യം തന്നെയാണല്ലോ നീ കാണിച്ചത്. എന്റെ വിവാഹാലോചന എങ്ങനെ നിരസിക്കാൻ നിനക്ക് കഴിഞ്ഞു? എന്റെ വിവാഹാലോചന വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് മദീനയിൽ മുഴുവനുള്ളത്. എന്തേ എന്നെ നീ എന്റെ വിവാഹാലോചന നിരസിച്ചത് എന്ന് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിങ്ങൾക്ക് ലജ്ജയില്ലേ, നാണമില്ലേ? യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത, കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത, മനുഷ്യകരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മരത്തടിയെ പൂജിക്കുന്ന, ആരാധിക്കുന്ന ഒരു ദീനും കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാ ചോദിച്ചത്. നിങ്ങളെനിക്കിഷ്ടാണ്, നിങ്ങളെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ വേറൊരു ദീനിലാണ്, ഞാൻ ഇസ്ലാമിലാണ്, ഞാൻ വിശ്വാസിയാണ്, നിങ്ങൾ അവിശ്വാസിയാണ്. അപ്പൊ അബൂ തൽഹ പറയുന്നുണ്ട്, ഞാൻ വിശ്വാസിയായാൽ നീ എന്നെ സ്വീകരിക്കുമോ? തീർച്ചയായും സ്വീകരിക്കും. എന്നെ ഇസ്ലാമിലേക്ക് ചേർക്കാൻ ആരാണുള്ളത്? അപ്പൊ മുസ്ലിം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിൽ പോവുക. അങ്ങനെ അബൂ തൽഹ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഉമ്മു സുലൈമിന്റെ അരികിൽ വരുന്നു. ഉമ്മു സുലൈം പറയുന്നു, എനിക്ക് വേറെ ഒരു മഹറും വേണ്ട, നിങ്ങളുടെ ഇസ്ലാമാണ് എന്റെ മഹർ. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഏറ്റവും മൂല്യമുള്ള മഹർ വാങ്ങി വിവാഹം കഴിച്ച മഹദി എന്ന പേരിൽ അർ-റുമൈസ റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അറിയപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, എന്തിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന് കൃത്യമായും ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വർണവും വെള്ളിയും സമ്പത്തും പ്രൗഢിയും പണവും അതൊക്കെ കാണുമ്പോഴേക്ക് കണ്ടവനെയൊക്കെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറുള്ള സ്ത്രീകൾ ആലോചിക്കേണ്ട, പഠിക്കേണ്ട ചരിത്രമാണിത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങളുണ്ട്. സർവോപരി ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാതൃക കാണിച്ച മഹാന്മാരും മഹദികളുമായ നമ്മുടെ മുൻഗാമികളുടെ അനുഭവവും ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. അതായിരിക്കണം നമ്മുടെ മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله. പ്രിയമുള്ളവരെ, രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭത്തിലും തഖ്വാബോധത്തോടുകൂടി കഴിയാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ പ്രവാചകന്റെ ഒരു നിർദ്ദേശം കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ജാഅക്കും, നിങ്ങളുടെ അരികിൽ വന്നാൽ, മൻ തർലൗന ദീനഹു വ ഖുലുഖഹു, തൻ്റെ മതബോധവും സ്വഭാവനിഷ്ഠയും തൃപ്തിയുള്ള ഒരാൾ നിങ്ങളുടെ അരികിൽ വരുന്നു. നല്ല മതബോധമുള്ള ആളാണ്, നല്ല സ്വഭാവനിഷ്ഠയുള്ള ആളാണ്, ധർമ്മവിചാരമുള്ളവനാണ്. അങ്ങനെയല്ല ഒരാൾ നിങ്ങളുടെ അരികിൽ വിവാഹാലോചനയുമായി വന്നാൽ ഫസുവിജൂഹു, നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം.
പിന്നെ നിങ്ങൾ മടി കാണിക്കരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതല്ലെങ്കിലാണ് ഇല്ലാ തഫ്അലു തകുൻ ഫിൽ അർളി ഫിത്ന വ ഫസാദുൻ അരീം, വ്യാപകമായ കുഴപ്പങ്ങൾ, ഫിത്നകൾ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ്. നമ്മുടെ കുടുംബജീവിതം അത് സംതൃപ്തമാകണം. നമ്മുടെ വൈവാഹിക ജീവിതവും ദാമ്പത്യ ജീവിതവുമൊക്കെ നമുക്ക് സമാധാനവും കൺകുളിർമയും ലഭിക്കുന്നതാകണം. അതിന് ദീനും സ്വഭാവവും സംസ്കാരവുമുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അന്യോന്യം വിവാഹാലോചന നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട കാര്യം ഇതാണ് എന്നാണ് അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ച ഈ മൂല്യങ്ങളെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളാണ്, ദുരന്തങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ആവുന്നത്ര ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബേ, അതിന് ഞങ്ങളെ നീ തുണയ്ക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായ നിലയിൽ പറ്റിപ്പോകുന്ന ധാരാളം തെറ്റുകൾ വന്നു പോകുന്നുണ്ട്. എല്ലാം പൊറുക്കുന്നവനെ, കരുണാമയനെ, നിൻ്റെ കൃപ കൊണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ ഗുരുനാഥന്മാർക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നിൻ്റെ കാരുണ്യവും സഹായവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.